ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഫൈനൽ എക്സാം എത്തുന്നതിന് മുന്നേ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ്. അതിൽ മാത്സ് പ്രാക്ടിക്കൽസിൽ ആ 40 മാർക്ക് എങ്ങനെ കൃത്യമായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, മാത്സ് പ്രാക്ടിക്കൽസ് IT ആയിട്ട് കമ്പൈൻ ചെയ്ത് ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് ഈ മാത്സ് നമ്മുടെ കയ്യിൽ സെറ്റ് ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ടോട്ടലി 16 എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എവിടെ നിന്ന് എടുക്കുന്ന 16 എക്സ്പെരിമെന്റ് ആണ്? നിങ്ങൾ +1ലും +2ലും ആയിട്ട് പഠിക്കുന്ന കുറേ ടോപ്പിക്സ് ഇല്ലേ, കുറേ ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ ചാപ്റ്റേഴ്സിലെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓരോ എക്സ്പെരിമെന്റും വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ 11ൽ നിന്നും 12ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെന്റ്സ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ 11ത്തിലുള്ള 7 ടോപ്പിക്സിൽ നിന്നും 7 എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവും, കുറേ എക്സ്പെരിമെന്റ്സ് ഉള്ളത്. അതിൽ നിന്നൊരു 7 എണ്ണം ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ സ്കൂളിൽ ആളോട് ചോദിക്കുമ്പം സെയിം എക്സ്പെരിമെന്റ്സ് ആയിക്കൊള്ളണം എന്നില്ല, ഒരു വലിയ ലിസ്റ്റ് നിന്നാണ് ടീച്ചേഴ്സ് എക്സ്പെരിമെന്റ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ നിന്നുള്ള 7 എക്സ്പെരിമെന്റും 12th സ്റ്റാൻഡേർഡിൽ നിന്നുള്ള 9 എക്സ്പെരിമെന്റും ചേർത്തിട്ടാണ് ഈ 16 എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറയുകയാണ്, നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ചിലർക്ക് അയ്യോ മിസ് ഇത് തന്നെ പഠിപ്പിച്ചിട്ടില്ല, ഇത് ഞങ്ങളുടെ സ്കൂളിൽ ഇല്ല എന്നൊക്കെ വരും. കാരണം എന്താണ്, വലിയൊരു ലിസ്റ്റ് നിന്നാണ് ഓരോരുത്തരും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് 7ഉം 9ഉം ഒക്കെ ചൂസ് ചെയ്ത ടീച്ചേഴ്സ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. 7 എണ്ണം ഫ്രം 11th ആൻഡ് 9 എണ്ണം 12ാം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ 16 റെക്കോർഡ് നിങ്ങൾ എവിടെ ആദ്യം എഴുതണം? റെക്കോർഡിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. നിങ്ങളെ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒരു റഫ് റെക്കോർഡ് ഉണ്ടാവും. അതിന് നിങ്ങൾ ഫെയർ റെക്കോർഡിലേക്കൊക്കെ എഴുതി ഇത് കൃത്യമായിട്ട് എഴുതി നിങ്ങൾ ടീച്ചേഴ്സിന്റെ സൈൻ മേടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. എന്തിനാണെന്നറിയാമോ? ഈ റെക്കോർഡ് ബുക്കും കൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. മെയിൻ എക്സാമിന് പോകുന്ന സമയത്ത് ആ റെക്കോർഡ് ബുക്ക് ഇല്ലെങ്കിൽ പണി പാടും. ഓക്കെ, അപ്പോൾ റെക്കോർഡിൽ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇനി നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള 16 എക്സ്പെരിമെന്റ് ഇല്ലേ, അതിൽ നിന്നും ഒരു 6 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. 6 എണ്ണം. അതിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊരു 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ 16 എണ്ണത്തിൽ പഠിച്ചതിൽ നിന്നൊരു 6 ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഒരു 4 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. ആ 4 എണ്ണം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒന്ന് ഒരു 11th നിന്നും ഒന്ന് ഒരു 12th നിന്നും എന്തായാലും നിർബന്ധമായിട്ടും വേണം. ബാക്കി 2 എണ്ണം നിങ്ങളുടെ ചോയ്സ് ആണ്. എന്തായാലും +1 +2 തന്നെയായിരിക്കും. മൊത്തം +1 നിന്നും അല്ലെങ്കിൽ മൊത്തം +2 നിന്നും ആയിപ്പോവരുത്. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും 11th നിന്നും 12th നിന്നും എന്തായാലും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഈ പറയുന്ന 4 ക്വസ്റ്റ്യനും ഓരോന്നിനും 8 മാർക്ക്. അപ്പോൾ 4 × 8 32 മാർക്കാണ് നിങ്ങൾക്ക് ഈ 4 എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടി വരും? നിങ്ങൾ എക്സ്പെരിമെന്റ് പ്രൊസീജിയർ എഴുതേണ്ടി വരും, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 × 8 32 മാർക്ക് അവിടെ എക്സ്പെരിമെന്റിൽ കിട്ടി. എന്നാലും കഴിഞ്ഞോ? ടോട്ടലി 40 മാർക്കിലാണ് പ്രാക്ടിക്കൽ എക്സാം, നമുക്കറിയാം. ബാക്കിയുള്ള 8 മാർക്ക് എന്തിനാന്ന് കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തിക്ക് എഴുതുന്ന റെക്കോർഡില്ലേ, അതിനാണ് 4 മാർക്ക്. ആ റെക്കോർഡ് നിങ്ങൾ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ 4 മാർക്ക് കിട്ടുന്നത്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന 4 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻവിജിലേറ്റർ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊരു വൈവ കണ്ടക്ട് ചെയ്യും. ആ വൈവ എക്സാമിനാണ് നിങ്ങൾക്ക് 4 മാർക്ക് വരുന്നത്. സോ എത്രയായി? 32ഉം 8ഉം ടോട്ടലി 40 മാർക്കായി. സെറ്റായോ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മാത്സ് പ്രാക്ടിക്കൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓൾ റൈറ്റ്, ഇനി ഏതൊക്കെയാണ് ആ ലിസ്റ്റ് നോക്കിക്കുക. അതായത് +1ലെ എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ ലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 9 എണ്ണം ഉണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 7 എണ്ണം ആയിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓൾ റൈറ്റ്, നോക്കിക്കേ. ഈ ലാബ് 0 എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ലാബ് 0. ഓക്കെ, ലാബ് 0 +9 ആണ്. അപ്പോൾ 10 എക്സ്പെരിമെന്റ് ഉണ്ട്. ഇതിലൊരു 7 എണ്ണം പഠിച്ചാൽ മതി. ഈ ലാബ് 0 നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അത് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. എന്താണ് ജിയോജിബ്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോക്കിക്കുക, വാല്യൂ ഓഫ് ഫംഗ്ഷൻസ്, നിങ്ങളുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അല്ല സെറ്റ്, അതിലൊക്കെയുള്ള ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഇതൊക്കെ നമ്മുടെ ഫംഗ്ഷൻസും റിലേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോക്കി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, പിന്നെ കോണിക് സെക്ഷൻസ്, സർക്കിൾസ്, പരാബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള, പിന്നെ 3D ബേസിക്സ്, ലിമിറ്റ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് +1ലുള്ള മാത്തമെറ്റിക്സിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വരിക. പറഞ്ഞതുപോലെ ഈ 10 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 7 എണ്ണമായിരിക്കും നിങ്ങൾ സ്കൂളിൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക. റെഡി? +2ൽ നിന്ന് നോക്കിയേ, നമുക്ക് ടോട്ടലി 14 എക്സ്പെരിമെന്റ്സ് ആണ് ഉള്ളത് +2 ടോപ്പിക്സ് നിന്ന്. ഓക്കെ, അതിൽ ലാബ് 18 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണ്.
റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഫംഗ്ഷൻസ് വരും. അതിൽ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ഉണ്ടാവും, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കണ്ടിന്യൂറ്റി പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്, മാക്സിമ മിനിമ. ഈ മാക്സിമ മിനിമേന്റെ തന്നെ ഒരു വിഷ്വലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വേറെ ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ 2 2 എക്സ്പെരിമെന്റ്സ് ആണുള്ളത്. ലൈൻ ഇൻ സ്പേസ് നമ്മുടെ 3D വരുന്നതാണ്. പിന്നെ LPP ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. കണ്ടോ, ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അവർ എത്ര ചൂസ് ചെയ്യും? നമ്മുടെ സ്കൂളിൽ ഈ കാണുന്ന 14 എണ്ണത്തിൽ നിന്ന് ഒരു 9 എണ്ണമായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ, പേടിക്കേണ്ട. യെസ്, അപ്പോൾ ഈ 14 എണ്ണത്തിൽ നമുക്ക് ഒരു 9 എണ്ണം ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? 7ഉം 9ഉം ടോട്ടൽ 16 പരീക്ഷകൾ. അപ്പോഴാ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മളിങ്ങനെ കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കും. വീഡിയോസ്, എക്സ്പെരിമെന്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണയും നിങ്ങൾക്ക് എന്തായാലും തന്നിരിക്കും. സോ വെയിറ്റ് ഫോർ മോർ വീഡിയോസ് മക്കളെ. ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ബൈ.